രാജീവ് ചന്ദ്രശേഖരന് പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ താങ്കൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിൽ എന്തെങ്കിലും അന്വേഷണം നടന്നോ? ഒരു അന്വേഷണവും നടന്നില്ല. എനിക്ക് അദ്ദേഹത്തിൽ ഒരു വിശ്വാസം തോന്നി. ഞാൻ മുൻപ് BJPയുടെ ഞാൻ പരാതി കൊടുക്കാത്ത ഒരു നേതാക്കന്മാരും BJPയിൽ നിന്നില്ല. ഞാൻ പോയി അവരെ കാണാൻ കാത്ത് കെട്ടിക്കിടന്ന് ഞാനും എൻ്റെ അമ്മയും അന്ന് എൻ്റെ മോൻ ചെറുതായിരുന്നു, കുഞ്ഞും കൂടി കാത്ത് കെട്ടിക്കിടന്ന് ഞാൻ പരാതി കൊടുത്ത് എൻ്റെ സങ്കടം ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിട്ട് പോലും അവരുടെ ഭാഗത്തുനിന്ന് ഇവരെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടല്ലാതെ യാതൊരു വിധത്തിൽ ഒരു മറുപടിയോ അല്ലെങ്കിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല. പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു മറുപടി ഇതുവരെ എനിക്ക് BJPയുടെ ഭാഗത്തുനിന്ന് ഒരു നീതിയും കിട്ടിയിട്ടില്ല. എനിക്ക് BJP എന്ന പാർട്ടിയിൽ ഇനി വിശ്വാസവുമില്ല. ഒരു റെസിപ്റ്റ് മാത്രമാണ് കിട്ടിയത് അല്ല ഈ പരാതി? അത് മാത്രമല്ല, ഈ ഞാൻ കൊടുത്ത പരാതി രാജീവ് ചന്ദ്രശേഖരന് വളരെ രഹസ്യമായിട്ട് ഞാൻ കൊടുത്ത പരാതിയാണ്. ഈ പരാതി BJPയുടെ ഓഫീസിൽ നിന്നാണ് ലീക്കായിട്ടുള്ളത്. BJPയുടെ ഓഫീസിൽ നിന്ന് ലീക്കായിട്ട് ഞാൻ ഇത്രയും പരസ്യമായിട്ട് ഇവിടെ നിന്ന് പറയാനുള്ള കാരണം എനിക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല, സമ്മതിക്കുന്നില്ല. എന്നെപ്പോലുള്ള ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള പെൺകുട്ടികൾ അവർക്ക് ഈ അനുഭവം വരില്ലേ? അപ്പം ഞാൻ പ്രതികരിച്ചല്ലേ പറ്റുള്ളൂ. ഞാനൊരു ലോയർ എന്നുള്ള നിലയ്ക്ക് ഞാനിത് പ്രതികരിച്ചല്ലേ പറ്റൂ സമൂഹത്തിന് വേണ്ടിയെങ്കിലും എന്ന് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പരസ്യമായിട്ട് വന്ന് പറയുന്നത്. ജീവിക്കാൻ അനുവദിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ എൻ്റെ പരാതി അവർ ലീക്കാക്കി എന്നെ മോശക്കാരിയാക്കാനുള്ള ശ്രമമാണ് നടന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സഹോദരി മിനിക്കെതിരെ നിങ്ങളുടെ അമ്മ തന്നെ മത്സരിച്ചിരുന്നു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിയമപരമായിട്ട് പോകേണ്ട കാര്യങ്ങൾ, ലീഗലായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് പിന്നെ അതിനെ ലീഗലായി തന്നെ നേരിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. ഈ പറയുന്ന പാലക്കാട്ടെ പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിലും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോകസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിക്കുന്ന കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ ആരാണ്? ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തിയ ദിവസം രാഹുലിന്റെ ഓഫീസിന്റെ മുന്നില് വലിയ പ്ലക്കാർഡും ബോർഡുകളും ഒക്കെ പിടിച്ച് രാഹുലിന്റെ ഓഫീസ് പൂട്ടണമെന്ന് സമരം ചെയ്ത ആളുകൾ, പ്രതിഷേധം നടത്തിയ ആളുകൾ. അത് കഴിഞ്ഞ് പാലക്കാട് നടന്ന ശാസ്ത്രമേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലേക്ക് വന്ന് കയറിയപ്പോൾ പ്രതിഷേധിച്ച് സ്ത്രീകളുടെ സംരക്ഷകം അത് ഹോൾസെയിലായി ഏറ്റെടുത്ത് രാഹുൽ വന്ന് കയറിയതപ്പോ അവിടെ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയ മിനി കൃഷ്ണകുമാർ. ആ മിനി കൃഷ്ണകുമാറിന്റെ സഹോദരിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. സിനിയുടെ വാക്കുകൾ, അഭിഭാഷകയായിട്ടുള്ള സിനിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഈ സിനിയെ അടിച്ച് ഇഞ്ചമ്പരിവമാക്കി മർദ്ദിച്ച് അവശയാക്കിയ ഒരു കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആരാണ് അതിലെ പ്രതി? ഈ പറയുന്ന മിനി കൃഷ്ണകുമാറിന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ സി കൃഷ്ണകുമാറാണ് അതിലെ പ്രതി. അതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്താ കേസ്? കേസ് ആകെ ഇങ്ങനെ ഒരു പാലക്കാടിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാവാൻ പോകുന്നു. എന്താണ് ചലനം? ഈ സിനിയുടെ അമ്മ എന്ന് പറഞ്ഞാൽ മിനി കൃഷ്ണകുമാറിന്റെ അമ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിനി കൃഷ്ണകുമാറിനെതിരെ സ്ഥാനാർത്ഥിയായിട്ട് അമ്മ മത്സരിക്കുന്നു. ആ അമ്മയും സിനിയും കോൺഗ്രസിലേക്ക് നടന്നു കയറുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവരുടെ ഈ പറയുന്ന സ്ത്രീകളുടെ സംരക്ഷണം എവിടെയാണ്? മകൾക്കെതിരെ അമ്മ മത്സരിക്കണമെങ്കിൽ, അതും വേറെ പാർട്ടിയൊന്നുമല്ല കേട്ടോ, സ്വതന്ത്രയായിട്ടാണ് മത്സരിച്ചത് അമ്മ. ഇവരൊക്കെ BJPയുടെ ആളുകളാണ്. ഈ സിനി അടക്കം തന്റെ പരാതികൾ ബോധിപ്പിക്കുന്നത് ആദ്യം ഈ പരാതികളൊക്കെ ബോധിപ്പിച്ചത് എവിടെയാ? BJPയുടെ ഓഫീസിലാ, സംസ്ഥാന അധ്യക്ഷന്റെ മുന്നിലാ. അപ്പോ പാർട്ടി വേറെ ഒന്നുമല്ല. പക്ഷേ ഇപ്പൊ പാർട്ടി വേറെയാവാൻ പോകുന്നു. ഈ സിനിയും മിനി കൃഷ്ണകുമാറിന്റെ സഹോദരി സിനിയും അമ്മയും അടങ്ങുന്ന സംഘം കോൺഗ്രസിലേക്ക് നടന്നു കയറുന്നു. ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ്? രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചെത്തിയത് വെറുതെ ഒരു MLA എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനല്ല. അയാൾ പലതും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് സംഭവിക്കുന്നത്.
തന്നെ വേട്ടയാടാൻ, തന്നെ കൊത്തിക്കീറാൻ കിട്ടിയ അവസരം, ആ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചവരുടെ കാലിനടിയിലെ മണ്ണിങ് മാന്തിയെടുക്കുക. അത് തന്നെയാണ് രാഹുലിന്റെ ലക്ഷ്യം. മിനി കൃഷ്ണകുമാർ ആരാ? മിനി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ സ്ത്രീകളുടെയും അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ഒക്കെ ഹോൾസെയിൽ സംരക്ഷക ആണ് മിനി കൃഷ്ണകുമാർ, അല്ലേ? വേടനെതിരെ പരാതികൾ ഉയർന്നു വന്നപ്പോ അന്ന് വേടനെതിരെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് NIAക്ക് കത്തെഴുതിയ ആളാണ് മിനി കൃഷ്ണകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിന് പരാതികൾ ഉണ്ടായപ്പോ അയാളുടെ MLA ഓഫീസ് പൂട്ടണം, അയാൾ പാലക്കാട് കാലുകുത്താൻ പാടില്ല, ശാസ്ത്രമേളയിൽ രാഹുൽ വന്നപ്പോ അതിൽ പ്രതിഷേധിച്ചിട്ട് ഇറങ്ങിപ്പോയ ആളാണ് ആര്? മിനി കൃഷ്ണകുമാർ. പക്ഷേ മിനി കൃഷ്ണകുമാറിന് 9 മാസം വയറ്റിൽ കൊണ്ടു നടന്ന അമ്മ അത് സ്ത്രീയല്ല. ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച തന്റെ സഹോദരി അത് സ്ത്രീയല്ല. മിനി കൃഷ്ണകുമാറിന് ആകെയുള്ള ഒരു അവതാര പുരുഷൻ എന്ന് പറയുന്നത് അത് കൃഷ്ണകുമാർ മാത്രമാണ്. കൃഷ്ണകുമാർ എന്ത് ചെറ്റത്തരം ചെയ്താലും, എന്ത് തെമ്മാടിത്തരം ചെയ്താലും മിനി കൃഷ്ണകുമാറിന് ഇതൊന്നും വിഷയമല്ല. മിനി കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം അധികാരം വേണം. അധികാരത്തില് ഒന്നില്ലേ ഭർത്താവ് വേണം, അല്ലെങ്കിൽ ഭാര്യ വേണം, ആരാണെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു വീട്ടിൽ നിന്ന് തന്നെയാ. ഒന്നില്ലെങ്കിൽ മിനി സ്ഥാനാർത്ഥിയാവണം, അല്ലെ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവണം. ആരെങ്കിലും ഒരാൾ അധികാര കേന്ദ്രങ്ങളിൽ നിരന്തരം വേണം. അതിന് അമ്മയെയാണെങ്കിലും സഹോദരിയാണെങ്കിലും ചവിട്ടി താഴ്ത്താൻ മിനി കൃഷ്ണകുമാറിന് യാതൊരു നാണവോ മാനവോ അല്ലെങ്കിൽ മര്യാദയോ ഒന്നും, ഒരു അതിർവരമ്പുകളും മിനി കൃഷ്ണകുമാറിന്റെ മുമ്പിൽ ആ കാര്യത്തിൽ അവിടെ ബാധകമല്ല. അതുകൊണ്ടാണല്ലോ ആ അമ്മ എന്ന് പറഞ്ഞാൽ മിനി കൃഷ്ണകുമാറിനെ 9 മാസം വയറ്റിൽ കൊണ്ടു നടന്ന ആ അമ്മ തന്നെ മിനി കൃഷ്ണകുമാറിനെതിരെ മത്സരിക്കാൻ രംഗത്തിറങ്ങിയതിന്റെ കാരണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ അമ്മ സ്ത്രീയല്ലേ, ഈ സഹോദരി സ്ത്രീയല്ലേ? ഇവരോട് രണ്ടുപേരോടും ഈ മിനി കൃഷ്ണകുമാറും ഭർത്താവ് കൃഷ്ണകുമാറും ചെയ്തു കൂട്ടിയ ക്രൂരതകൾ, തമ്മാടിത്തരങ്ങൾ, ചെറ്റത്തരങ്ങൾ അത് എവിടെ വരെ ഉണ്ടാകും? ഒരു അമ്മ തന്റെ മകൾക്കെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങണമെങ്കിൽ അതിന്റെ വലിപ്പം എന്തോളമായിരിക്കണം? അപ്പോ മിനി കൃഷ്ണകുമാറിന് ഈ സ്വന്തം അമ്മ സ്ത്രീയല്ല, മിനി കൃഷ്ണകുമാറിന് ഈ സഹോദരി സ്ത്രീയല്ല. എന്നിട്ട് ഇപ്പൊ ഏറ്റവും അവസാനം നടത്തിയിരിക്കുന്ന നീക്കം എന്താ? പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വോട്ടുള്ള ഈ സിനിയെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. ആ പരാതി ഹൈക്കോടതിയിലേക്ക് പോയി. ആ ഹൈക്കോടതി പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ജോയിന്റ് സെക്രട്ടറി അത് തീരുമാനിക്കുമെന്ന്. ജോയിന്റ് സെക്രട്ടറി വന്നു, പരിശോധിച്ചു പേപ്പറുകൾ, ഈ പറയുന്ന പ്രൂഫുകൾ, ആധാർ കാർഡ്, ID കാർഡ്, എല്ലാം, താമസ സർട്ടിഫിക്കറ്റ്, എവരിത്തിങ് പരിശോധിച്ചു. കോടതിയും ഈ പറയുന്ന ജോയിന്റ് സെക്രട്ടറിയും പറഞ്ഞു നോ വേ, വെട്ടാൻ കഴിയില്ല, അവർ പാലക്കാട്ടുകാർ തന്നെയാ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരേ അമ്മയുടെ വയറ്റിൽ ജനിച്ച് വളർന്ന് പ്രസവിച്ച മിനി കൃഷ്ണകുമാർ ആ സഹോദരി ഇവിടെ വോട്ടില്ല, വോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ സമ്മതിദാന അവകാശത്തെ വെട്ടാനുള്ള നീക്കം നടത്തുക. ഇതും സ്ത്രീയാണ്. ഇവരാണ് സ്ത്രീകളുടെ സംരക്ഷകർ. എന്താണ് സ്വന്തം അമ്മയോടും സ്വന്തം സഹോദരിയോടും ഒരിത്തിരി ദയ കാണിക്കാൻ കഴിയാത്ത ഇവരാണോ കേരളത്തിലെ സ്ത്രീകളുടെ സംരക്ഷകർ? ഇവരാണോ രാഹുലിനെതിരെ ഇറങ്ങി പുറപ്പെടുന്നത്? ഇവരാണോ രാഹുലിനെ തടയാൻ ഇറങ്ങുന്നത്? ഇവരാണോ രാഹുലിനെതിരെ സമരങ്ങൾ നടത്തുന്നത്? ഇവരാണോ രാഹുൽ വരുന്നതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്നത്? എന്തൊരാഭാസത്തരമാണ്! അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ സിനി എന്ന് പറഞ്ഞാൽ മിനിയുടെ സഹോദരി സംസാരിച്ചത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ആദ്യം മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോവേണ്ടത് എവിടെ നിന്നാ? സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ അടിച്ചിറക്കണം. സ്ത്രീകളുടെ സംരക്ഷണവും സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും അവരുടെ അവകാശവുമാണ് മുഖ്യമെങ്കിൽ ആദ്യം ഒന്നില്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് സ്വമേധയാ ഇറങ്ങിപ്പോകണം. കൃഷ്ണകുമാറുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം. അതല്ലെങ്കിൽ കൃഷ്ണകുമാറിനെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. രണ്ടിലൊന്ന് നടക്കണം. അല്ലാതെ സ്ത്രീകളോട് ഇത്ര മോശമായി പെരുമാറുന്ന, സ്ത്രീകളെ ആക്രമിക്കുന്ന, സ്ത്രീകളോട് ക്രൂരത കാണിക്കുന്ന ഒരുത്തന്റെ കൂടെ കഴിഞ്ഞിട്ട് വേണോ
ഈ സ്ത്രീകളെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്? സ്വന്തം അമ്മയോട് പോലും ഒരു ദയ കാണിക്കാൻ കഴിയാത്ത മിനി കൃഷ്ണകുമാർ എങ്ങനെയാടോ സ്ത്രീകളുടെ സംരക്ഷകരാവുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന മിനി കൃഷ്ണകുമാറിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. രാഹുൽ വന്ന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, രാഹുലിന്റെ MLA ഓഫീസ് പൂട്ടണമെന്ന് പറയുന്നു. ആ മിനി കൃഷ്ണകുമാർ എങ്ങനെയാണ് അമ്മയെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത്? സഹോദരിയെ വോട്ട് വെട്ടാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഭർത്താവിനെ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ പറയുന്ന സഹോദരിയെയും അമ്മയെയും അടിച്ച് മൂലക്കിരുത്തി ആശുപത്രിയിലാക്കുന്ന, ഇഞ്ചം പരിവമാക്കുന്ന അവസ്ഥയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ക്രൂരതകൾ അവസാനിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം സഹോദരിയുടെ വോട്ട് വെട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ നൽകുക. അവര് പാലക്കാട്ടുകാരിയല്ല പോലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരിയാണ്, ആ അമ്മ ആദ്യം പ്രസവിച്ചത് മിനിയെയാണ്, രണ്ടാമതാണ് സിനിയെ പ്രസവിക്കുന്നത് എന്ന് കരുതിയിട്ട് ആ അമ്മയുടെ മകളല്ലാതെയാകുമോ സിനി? ഇവരുടെ സഹോദരിയല്ലാതെയാകുമോ? ഒരേ ഗർഭപാത്രത്തിൽ ജനിച്ച് വളരുന്ന ആളുകളെയാണല്ലോ നമ്മൾ സഹോദരങ്ങളായി കണക്കാക്കുന്നത്. എന്ത് സാഹോദര്യം, എന്ത് സ്ത്രീത്വം! സ്വന്തം അമ്മയോട് പോലും ഒരിറ്റ് ദയ കാണിക്കാത്ത ഇവളെങ്ങനെയാ സ്ത്രീയാവുന്നത്? ഇവളെങ്ങനെയാ സ്ത്രീകളുടെ സംരക്ഷകയാവുന്നത്? ഇവളെങ്ങനെയാ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? ഭർത്താവിനെ പറഞ്ഞു വിട്ട് സ്വന്തം സഹോദരിയെയും അമ്മയെയും അടിച്ചൊതുക്കുന്ന, ക്രൂരമായി മർദ്ദിക്കുന്ന ഇവൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? എന്താണ് അതിന്റെ അവകാശം? എന്ത് അർഹത? എന്ത് ലോജിക്ക്? എന്ത് ധാർമ്മികത? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും രാഹുലിന്റെ പണി ഏറ്റിരിക്കുന്നു. സിനിയും അമ്മയും കോൺഗ്രസിലേക്ക് നടന്നു കയറുകയാണ്, കോൺഗ്രസിലേക്ക് എത്തുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഹുൽ പണി തുടങ്ങിയിരിക്കുന്നു. കാലിനടിയിലെ മണ്ണടക്കം മാന്തി എടുത്തിട്ട് രാഹുലിന് വിശ്രമം ഉണ്ടാവുകയുള്ളൂ. പാലക്കാടിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ആകെ മാറി മറിയാൻ പോകുന്നു. വരും മണിക്കൂറുകൾ അതിന് സാക്ഷിയാവുന്നതായിരിക്കും.